ഈ ഒരു നമ്മുടെ ഈ പാല് കാച്ചുന്ന സമയത്തും ബാക്കി ദിവസങ്ങളിൽ വന്ന റിലേറ്റീവ്സൊക്കെ അവർ നമ്മുടെ ഈ ട്രഡീഷണൽ വീട്ടിൽ ഇങ്ങനെ ഒരു ഹോം തിയേറ്റർ കാണുകയും അത് ഇത്രയും നന്നായിട്ട് വോളിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഡൈനിങ് ഏരിയ ഒരു നല്ലൊരു ബാസ് വെച്ചാൽ ചെറിയൊരു മുഴക്കം നമ്മൾ തിയേറ്ററിനൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരു മുഴക്കം കേൾക്കുന്നുള്ളതല്ലാണ്ട് ഇതിനകത്തുനിന്ന് സൗണ്ട് പുറത്തേക്ക് ഒരിക്കലും വന്നിട്ടില്ല. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് കോട്ടയം ഏറ്റുമാനൂരാണ്. അപ്പോൾ നമ്മുടെ രതീഷ് ബ്രോയുടെ ഒരു ഹോം തിയേറ്റർ എൻ്റെ പുറകെ കാണുന്ന ഈ 4 കെട്ടിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഹോം തിയേറ്റർ നമുക്ക് പരിചയപ്പെടാം, അതിൻ്റെ കൂടെ ഈ വീടും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നത് നമ്മുടെ കോട്ടയം ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ വടക്കേ നടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ടൊന്ന് പോകാം. ഇത് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ വടക്കേ നടയിലുള്ള സൈറ്റാണ്. ഈ വീട് പണിതേക്കുന്ന ശരത് സാറാണ് പണിതേക്കുന്നത്. ശരത് സാറിൻ്റെ DRK എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. പുള്ളിയാണ് ഇതിൻ്റെ ഡിസൈനും ബാക്കി എല്ലാം പുള്ളിയാണ് ചെയ്തേക്കുന്നത്. സാർ വീടിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, നമ്മൾ ഏറ്റുമാനൂരാണ് ഇപ്പോൾ വീട് നിലവിൽ പണിതിരിക്കുന്നത്. അമ്പലത്തിൻ്റെ കിഴക്കേ നട സൈഡാണ് വീട് ഇപ്പം നിലവിലുള്ളത്. 2950 സ്ക്വയർ ഫീറ്റാണ് വീടിപ്പം ഉള്ളത്. ഉള്ളിലോട്ട് വരും, ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഇതാണ് ഈ വീടിൻ്റെ ഡ്രോയിങ് റൂം വരുന്നത്. ഇതാണ് പൂജാ റൂം. നിലവിൽ മാറ്റി ജിപ്സം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അകത്താളിട്ട് വന്നിരിക്കുന്നത്. അകത്താണ് സാധാരണ വന്നിരിക്കുന്നതിന് 3 മീറ്റർ നീളം, 250 വീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ മഴ പെയ്യുമ്പോൾ ഒറിജിനലായിട്ട് തന്നെ വെള്ളം നമ്മൾ വീടുന്നുണ്ട്. ബാക്കി നമ്മൾ വെള്ളം ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് വിടുന്ന അങ്ങനെയൊന്നുമില്ല. നേരെ കറക്റ്റ് അകത്ത് വെള്ളം നമ്മൾ പുറത്തോട്ട് വിട്ടിരിക്കുന്നത് വടക്ക് കിഴക്ക് സൈഡിലോട്ടാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇത് കറക്റ്റ് വാസ്തു സ്റ്റൈലിൽ തന്നെയാണ് നമ്മളിപ്പോൾ വീട് ഇപ്പോൾ പണിതിരിക്കുന്നത്. പിന്നെ കൂടാതെ ഈ തൂണാണെങ്കിലും കരിങ്കലിൻ്റെ അതായിട്ട് സെയിം ആയിട്ട് നമ്മൾ പണിതിരിക്കുമ്പോൾ അമ്പലങ്ങളിൽ പണിയുന്ന സുരേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്കിത് പണിത് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഡൈനിങ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതാണ് കിച്ചണ്. നമ്മളിവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ നമുക്കൊരു ഇവിടെ ഇപ്പോൾ ഷട്ടർ സംഭവം എല്ലാം ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഷട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. ഇത് ക്വാർട്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മളത് WBC ആണ് നമ്മൾ WBC മൈക്ക നമ്മൾ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. ഈ വർക്ക് ഏരിയയൊന്നും ഇതുപോലെ തന്നെ നമ്മുടെ വരാന്തയിലോട്ട് നമുക്ക് ഓപ്പൺ എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 സൈഡും നമുക്ക് വരാന്തയാണ്. വരാന്ത ഫുള്ള് നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. തടി പോലെ ജിപ്സത്തേലാണ് ചെയ്തിരിക്കുന്നത്. ജിപ്സത്തെ നമ്മൾ വരച്ചെടുത്തിരിക്കുന്നതാണത്. ഇതുകൂടാതെ നടുമുറ്റത്തിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ആട്ടുകട്ടിൽ ഇട്ടിട്ടുണ്ട്. ഈ ആട്ടുകട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ TV റൂം നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ടോട്ടൽ 3 ബെഡ്റൂമാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. 3 റൂമാണ് നമ്മൾ വന്നിരിക്കുന്നത്. കൂടാതെ ഒരു ബെഡ്റൂം അവർ പറഞ്ഞ് സെപ്പറേറ്റ് നമുക്ക് TV റൂം ഇതാക്കി. കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ഹോം തിയേറ്ററും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ഹോം തിയേറ്റർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 4 മീറ്റർ നീളവും 3 മീറ്റർ വീതിയാണ് നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്നത്. ബാക്കി വിശദവിവരം രതീഷ് പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ തിയേറ്ററിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഡീറ്റെയിൽസ് പറയാൻ രതീഷ് ഉണ്ട്. അപ്പോൾ രതീഷ് ഇപ്പോൾ നമ്മുടെ ഏറ്റുമാനൂരത്തെ നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയാം അല്ലേ, നമ്മുടെ ഒരു കുറച്ച് ബഡ്ജറ്റാണ്. നമ്മുടെ ഒരല്പം അത്യാവശ്യം നമ്മുടെ LED പ്രൊജക്ടർ നമ്മുടെ മിഷയുടെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഹോം തിയേറ്ററാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് വലുതാണെങ്കിലും നമ്മൾ തിയേറ്റർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു ബഡ്ജറ്റിലാണ്. അപ്പോൾ നമുക്കൊരു വളരെ മിനിമൈസ് ആയിട്ട് ചെയ്തിരിക്കുന്ന തിയേറ്ററാണ്. തിയേറ്റർ ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടെങ്കിലും അതേപോലെ പ്രൊജക്ടർ വാങ്ങാനൊക്കെ ആയിട്ട് പുള്ളിയെ കോൺടാക്ട് ചെയ്യാം. പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകും. അപ്പോൾ രതീഷ് നമുക്ക് അക്കോസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതെ. അപ്പോൾ ഇതെങ്ങനെ അക്കോസ്റ്റിക്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? അക്കോസ്റ്റിക്സ് ഇതെല്ലാം വോളിൽ ഇട്ടേക്കുന്ന എല്ലാം പാനൽസാണ്, അക്കോസ്റ്റിക് പാനൽസാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഫ്ലോർ വന്നിട്ട് കാർപ്പറ്റാണ്. കാർപ്പറ്റിൻ്റെ അടിയിൽ ഫോം ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിന് മേളിലാണ് കാർപ്പറ്റ് ഒട്ടിച്ചേക്കുന്നത്. പിന്നെ സീലിംഗ് വന്നിട്ട് ജിപ്സം ബോർഡാണ്. ജിപ്സം ബോർഡിൽ ചെയ്തിട്ട് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്ലാക്കും ബാക്കി 3 തട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്. ബ്ലാക്കും 2 റെഡുമായിട്ടാണ് പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്ക്രീൻ ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? സ്ക്രീന് ഇമ്പോർട്ടഡ് ആണ്. ലക്ഷറി വെൽവെറ്റ് ഫ്രെയിം സ്ക്രീനാണ്. ഇതിനകത്ത് വരുന്ന ഫാബ്രിക് വന്നിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യുന്ന ഫാബ്രിക്കാണ്. ഇത് സ്പ്രിങ്ങിലാണ് ലോഡ് ചെയ്തേക്കുന്ന ഫാബ്രിക്. റിങ്കിൾസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തില്ല. വാഷബിൾ മെറ്റീരിയലാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും അഴുക്കായാലും നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ AVR ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ് ഉപയോഗിക്കുന്നത്? ഡെനോൺ 250 BT എന്ന് പറഞ്ഞ മോഡലാണ്. ഡെനോണിൻ്റെ 5.1 AVR അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ. നമ്മുടെ ഡെനോണിൻ്റെ ബേസ് മോഡൽ അല്ലേ? അതെ, രണ്ട് ബേസ് മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത് നമ്മൾ സെൻറ്റർ സ്പീക്കർ ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? T30 പോൾക്കിൻ്റെ T30 എന്ന് പറയുന്ന മോഡലാണ് യൂസ് ചെയ്തത്. സെൻറ്റർ സ്പീക്കർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ടവർ സ്പീക്കർ T50 എന്ന് പറയുന്ന മോഡലാണ്. പോൾക്കി തന്നെയാണ്.
ഓക്കെ. സബ് ഊഫർ ഉപയോഗിച്ചിരിക്കുന്നത് അത് PSW10 എന്ന് പറയുന്ന മോഡലാണ്. പോൾക്കിൻ്റെ നമ്മൾ ഉപയോഗിച്ച ബ്രാൻഡ് ഫുൾ പോൾക്കിനാണ്. സ്പീക്കേഴ്സ് എല്ലാം പോൾക്കിൻ്റെ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ സറൗണ്ട് സ്പീക്കറും പോൾക്കാണ്. പോൾക്കിന് T15 എന്ന് പറയുന്ന മോഡലാണ്. ഓക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ പോൾക്ക് ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൊജക്ടറിലോട്ട് ഒരു പ്രൊജക്ടർ അത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രൊജക്ടർ നമ്മുടെ മിക്സിയുടെ MM360 എന്ന് പറയുന്ന മോഡലാണ്. MM360 അത് 1350 ആൻസർ ലൂമൻസ് വരുന്നുണ്ട്. ആൻസർ ലൂമൻസ് വരുന്നത്. ആ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ് വരുന്ന പ്രൊജക്ട്. അതെ 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 അല്ലേ? ആ പ്രൈസ് റേഞ്ചിൽ ആ അത്രയും ബ്രൈറ്റ്നസ് ഉള്ള പ്രൊജക്ട് വരുന്നില്ല. ഇല്ല ഇല്ല. ഓക്കെ. അപ്പം അതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ട്. അതെ. ഇപ്പം നിലവിലെല്ലാ ലൈറ്റ്സും ഓൺ ആണ്. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ടോപ്പ് ലൈറ്റ്സ് മൊത്തം ഓൺ ആണ്. അത് ശരി. എല്ലാ സ്കാറ്റർ ലൈറ്റും ബാക്കി ലൈറ്റ്സും എല്ലാം ഓൺ ആണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് അതിന് ഉള്ള പ്രൊജക്ട്. നമ്മുടെ റിക്ലൈനറോട് വരുമ്പോഴത്തേക്കും റിക്ലൈനർ കോംബോ ആണ്. അതായത് 3 സീറ്റർ സോഫ, 2 മാനുവൽ റിക്ലൈനേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഈ രണ്ട് സീറ്റും റിക്ലൈനേഴ്സ് ആണ്, മാനുവൽ റിക്ലൈനേഴ്സ് ആണ്. നമുക്ക് ഫ്രണ്ടിലോട്ട് ആക്കിയിടാം. ഓക്കെ. അങ്ങനെ ഓപ്ഷൻ ഉണ്ട് വരുന്നത്. അതെ. നമ്മൾ 3 സീറ്റിലത് വരുന്നില്ല. 3 സീറ്റിലത് വരുന്നില്ല. ഒരേ ഇതാണ്, മെറ്റീരിയൽ ആണ്, ഒരേ ഫോം ആണ്, എല്ലാം സെയിം ആണ്. പക്ഷേ അത് നോർമൽ സോഫ ആയിട്ടിരിക്കും. ബാക്ക് സൈഡിൽ കപ്പ് ഹോൾഡർ എല്ലാം വരുന്ന രീതിയിൽ. അതായത് 3 സീറ്റർ സോഫ പ്ലസ് 2 മാനുവൽ റിക്ലൈനേഴ്സ് ആണ് വരുന്നത്. ഓക്കെ. ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങളെ നമ്പർ കൊടുത്തേക്കാം, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അല്ലേ? നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഹോം ഡെലിവറി ചെയ്യാൻ പറ്റും. കേരളം, തമിഴ്നാട് എവിടെ വേണമെങ്കിലും ചെയ്യാം. വിശേഷങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇതുകൂടാതെ നമ്മളിപ്പം വീടിൻ്റെ ഉടമസ്ഥനും നമ്മുടെ കൂടപ്പുറപ്പ് അർജുൻ ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറയും. നമസ്കാരം. നമ്മൾ ഒരു വീട് പണിയണം എന്നുള്ള ചിന്ത തുടങ്ങിയപ്പോൾ തന്നെ ഒരു ട്രഡീഷണൽ 4കെട്ട് സ്റ്റൈലിൽ തന്നെ ചെയ്യണം എന്നായിരുന്നു വീട്ടിലെല്ലാവരുടെയും തീരുമാനം. അങ്ങനെയാണ് നമ്മൾ ശരത്തിലേക്ക് എത്തുന്നത്. ശരത്തിൻ്റെ ഡ്രോയിങ് കണ്ടിട്ട് വർക്കിനെ പറ്റി പറയാൻ എന്താ പറയുക, ഏറ്റവും നമുക്ക് ഒരു പ്ലോട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിശ്വസിച്ച് ശരത്തിനെ ഏൽപ്പിക്കാം. നമ്മൾ എങ്ങനെ വീടിനെ കാണണം ഉദ്ദേശിക്കുന്നു അതിൻ്റെ അപ്പുറത്താക്കി തരാൻ ആൾക്ക് ഒരു കഴിവുണ്ട്. ആൾ എത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പ്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തൊരു ട്രഡീഷണൽ ആണ് എങ്കിൽ കൂടി നമുക്ക് അതിനകത്ത് സ്പേസിലൊരു ഹോം തിയേറ്റർ വേണമെന്ന് നമ്മുടെ ഒരു ഇത് ആവശ്യം പറഞ്ഞത്. അപ്പോൾ ശരത്ത് അപ്പോൾ തന്നെ നമുക്ക് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങുകയും അങ്ങനെയാണ് ശരത്ത് നമ്മുടെ രതീഷ് ചേട്ടനെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം രതീഷ് ചേട്ടൻ്റെ വർക്ക് കുറച്ച് ഞാൻ കണ്ടു, ആളോട് സംസാരിച്ചു. അപ്പം ആൾ അതിനകത്ത് ഇൻഡെപ്ത് നോളജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ പുള്ളിയെ ഏൽപ്പിക്കുകയായിരുന്നു ഹോം തിയേറ്ററിൻ്റെ കാര്യങ്ങളും. ബാക്കി എൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ടു എത്രത്തോളം ഭംഗിയായിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു നമ്മുടെ ഈ പാലുകാച്ചൻ്റെ സമയത്തും ബാക്കി ദിവസങ്ങളിൽ വന്ന റിലേറ്റീവ്സൊക്കെ അവർ നമ്മുടെ ഈ ട്രഡീഷണൽ വീട്ടിൽ ഇങ്ങനെ ഒരു ഹോം തിയേറ്റർ കാണുകയും അത് ഇത്രയും നന്നായിട്ട് എല്ലായിടത്തും ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പലരും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. ചിലർ അതിനുവേണ്ടി സ്പേസ് മാറ്റിയിട്ടുണ്ട് പല വീടുകളിലും. പക്ഷേ ആരും അങ്ങനെ ഒത്തിരി പേരങ്ങ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും വന്ന് കണ്ടവരും ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മുടെ ടോട്ടൽ അക്കോസ്റ്റിക്സ് ആണെങ്കിലും ആ സൗണ്ടിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നമ്മുടെ ഈ വോളിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഡൈനിങ് ഏരിയ ഒരു നല്ലൊരു ബാസ് വെച്ചാൽ ചെറിയൊരു മുഴക്കം നമ്മൾ തിയേറ്ററിനൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരു മുഴക്കം കേൾക്കുന്നുള്ളതല്ലാണ്ട് ഇതിനകത്തുനിന്ന് ഒരു സൗണ്ട് പുറത്തേക്ക് ഒരിക്കലും വന്നിട്ടില്ല. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ അക്കോസ്റ്റിക്സ് ഒക്കെ ചെയ്തു. എന്താ പറയുക, ഇതിൻ്റെ ഈവൻ ലൈറ്റിംഗ് ആണെങ്കിലും സ്ക്രീന്, ഈ പറഞ്ഞ അപ്പോൾ ഈ നമ്മളിരിക്കുന്ന ഈ പറയുന്ന റിക്ലൈനേഴ്സ്, ഇതെല്ലാം വളരെ ഡീറ്റെയിലായിട്ട് നോക്കിയും കണ്ട് ചെയ്ത് എനിക്കങ്ങനെ കൂടുതൽ അവരോടൊന്നും ഇങ്ങനെ വേണമെന്ന് പറയേണ്ട കാര്യം വന്നിട്ടില്ല. കാരണം ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നവരെങ്കിൽ ചെയ്ത് കാണിച്ചു തരുന്നത് തന്നെയായിരുന്നു. അപ്പം ഹോം തിയേറ്ററിൻ്റെ കാര്യത്തിൽ ഞങ്ങളെപ്പോലെ തന്നെ വന്ന് കണ്ടവരൊക്കെ ഹൈലി ഇമ്പ്രസ്ഡ് ആണ്. രതീഷ് ചേട്ടൻ അതിനകത്തൊരു ശരിക്കും നല്ലൊരു വർക്ക് തന്നെയാണ് നമുക്കിവിടെ ചെയ്ത് തന്നിട്ടുള്ളത്.